പറ മോളെ, നീ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റാരും പറയുന്നതല്ല, നിന്റെ മനസ്സിനോട് ചോദിച്ചിട്ട് ഒരു മറുപടി ചെയ്തിട്ടുണ്ടോ? ചെയ്തതായി ഓർക്കുന്നെങ്കിലും ഉണ്ടോ? അന്ന കുറച്ചു നിമിഷം അങ്ങനെയായിരുന്നു. വീണ്ടും ഒരു വട്ടം കൂടി ശിവൻ ചോദിച്ചതും കണ്ണുകളോടെ തലചലിപ്പിച്ചു. ഇല്ല എന്നർത്ഥത്തിൽ. പിന്നെന്തിനാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തളർന്നു പോകുന്നത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ വാക്കെന്തിനാ ചെവിയോർക്കണേ? ജോഅന്ന എന്താണെന്ന് ജോഅന്നയ്ക്ക് അല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്നിരിക്കെ എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ വിലക്കെടുക്കുന്നത്? പറ. ഗൗരവമാണോ, സ്നേഹമാണോ, ശാസനയാണോ ആ വാക്കുകളിൽ എന്നവൾക്ക് മനസ്സിലായില്ല. മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. ഇന്നൊരു ദിവസം കൊണ്ട് അവളുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റിയെടുക്കാം എന്ന അതിമോഹമൊന്നും അയാൾക്കും ഇല്ലായിരുന്നു. എങ്കിലും പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ പതിയെ അവളിൽ ഒരു ചലനം സൃഷ്ടിക്കാം എന്നയാൾ വിശ്വസിച്ചു. ഇനി ആള് മാറിപ്പോയതാണോ ഇവന്? പെട്ടെന്ന് അയാളുടെ ശബ്ദത്തിൽ ഒരു മാറ്റം വന്നതും അന്ന ശിവനെ സൂക്ഷിച്ചു നോക്കി. ചുണ്ടിലൊരു ഭംഗിയുള്ള ചിരി വിരിയുന്നത് അവളൊരു കൗതുകത്തോടെ നോക്കിയിരുന്നു. അല്ല, പാച്ചു പറഞ്ഞത് അവൻ്റെ ജോഅന്ന ആളൊരു പുലിയാണെന്നാണ്. അറിയാതൊന്ന് നോക്കിയാൽ പോലും ചീറിക്കൊണ്ട് വരുന്നൊരു ചീറ്റപ്പുലി, അവൻ്റെ അമ്മയെപ്പോലെ. പക്ഷേ ഇതിപ്പോൾ മിണ്ടുന്നുകൂടിയില്ല. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ഒരാളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ മാത്രം അവളുടെ വായിലിരിക്കുന്നത് കേട്ട് മുരടിച്ച് ജീവിച്ചാൽ പോരല്ലോ, ആ സുഖം അവനും ഒന്നറിയണമല്ലോ. ഏത് ഭാവപ്പകർച്ചകൾ വരുത്തിക്കൊണ്ട് ശിവൻ പുരികം പൊക്കി. ചിരിച്ചു പോയിരുന്നു അവൾ. ഒപ്പം ചുണ്ടുകൂർപ്പിച്ചു. ശിവൻ ചിരിയോടെ അവളുടെ തലയിൽ തലോടി. പതിയെ ശരിയാക്കാം അല്ലേ? വേണേൽ ദേവി ക്ലാസ് എടുത്തു തരും, മോള് റെസ്റ്റ് എടുക്ക്. അവളുടെ കവിളിൽ ഒന്നുകൂടി തട്ടി ശിവൻ പുറത്തേക്ക് പോകുന്നത് അന്ന നോക്കിയിരുന്നു. നേർത്തൊരു പുഞ്ചിരിയും അപ്പോഴേക്കും അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. ഇതെന്ത് കോലാടാ ചെക്ക? നനഞ്ഞു കുതിർന്ന് വീട്ടിലേക്ക് ഓടിക്കേറി വന്ന അലോഷ്യയെ കാണെ ആദ്യമൊന്ന് പകച്ചെങ്കിലും ശ്രീദേവി അടുത്ത നിമിഷം അവൻ്റെ കയ്യിൽ അടിച്ചിരുന്നു. ദേവിയമ്മ, അന്ന അവള് കിടന്ന് കുതറല്ലേ അല്ലു, നല്ല അടി കിട്ടും എൻ്റേന്ന്. അവൻ്റെ പുറത്ത് വീണ്ടും ഒന്ന് അടിച്ച് ശ്രീദേവി അലോഷ്യയെ അടക്കി നിർത്തി. തല കുലുക്കി തുടച്ചു കൊടുത്തു. ആ മതി ദേവിയമ്മ, ഒന്ന് നിർത്തുവോ? കുറേ നേരായി മനുഷ്യനിവിടെ ചെവി കേൾക്കാൻ വയ്യ. ഇനി മിണ്ടിയ രണ്ടിനെയും എടുത്ത് പുറത്ത് കളയും ഞാൻ. പെട്ടെന്ന് അങ്ങനെയൊരു ശബ്ദം കേട്ടതും അലോഷ്യയും ശ്രീദേവിയും തല ചെരിച്ചു നോക്കി. സെറ്റിയിൽ ചെരിഞ്ഞു കിടന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട് പത്മ. കയ്യിൽ ഫോണുണ്ട്. അതിൽ നോക്കുന്ന അവൻ്റെ മുഖത്ത് അത്യാവശ്യത്തിന് ദേഷ്യവും നിറഞ്ഞു നിൽപ്പുണ്ട്. ശക്തിയിൽ തോളിലെന്തോ പതിച്ചത് അറിഞ്ഞു പത്മ പിടഞ്ഞെഴുന്നേറ്റു. ആ എന്താ അമ്മ? അടികൊണ്ട ഇടംതോളൊന്ന് അമർത്തി തടവി പത്മ. എൻ്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കും. അത് വേണ്ടെന്ന് പറയാൻ നീ ആരാടാ? ശ്രീദേവി കണ്ണുരുട്ടി നിൽക്കുന്നുണ്ട്. ശ്രീദേവിയെയും അവർക്ക് പിറകെ തലയൊന്ന് തുടച്ച് അവനെയും രൂക്ഷമായി നോക്കുന്ന അലോഷ്യയെയും ചെക്കൻ കണ്ണു തുറച്ചു നോക്കി. എന്താന്ന്? എൻ്റെ അമ്മ, അവൻ ഫോണിൽ അവൻ്റെ കൂടെ ഗെയിം കളിക്കുന്ന ഏതോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അല്ലാതെ ഇവൻ്റെയിലും അമ്മയുടെയിലും അല്ല. അല്ലേടാ? ആന്ന്. പാർത്തി ചിരിയോടെ പറഞ്ഞതും പത്മ ചുണ്ടു ചുളുക്കിയൊന്ന് തലകുലുക്കി. ശേഷം ഇടം കണ്ണിട്ട് അലോഷ്യയെ നോക്കി. അവനിപ്പോഴും രൂക്ഷമായി നോക്കുന്നുണ്ട്. പത്മയും അലോഷ്യയുമായി അത്ര നല്ല ടേംസിലല്ല. അതിൻ്റെ കാരണം വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ സീനിലേക്ക് വരാം. പത്മ അലോഷ്യയുടെ നോട്ടം കണ്ടതും കൂടുതലൊന്നും പറയാതെ വീണ്ടും അതേപടി കിടന്നു. ഹെഡ്സെറ്റ് ചെവിയിൽ തിരികെ ഗെയിം കളിക്കാൻ തുടങ്ങി. അലോഷ്യ തല തുവർത്തിയ തോർത്ത് ശ്രീദേവിയുടെ തോളിലിട്ട് പാർത്തിയെ നോക്കി. എടാ, അന്ന കൊച്ചിവിടെ? അച്ഛൻ്റെ കൂടെ റൂമിലുണ്ട്. എന്നോട് ദേഷ്യമാണോ അവൾക്ക്? അലോഷ്യയുടെ മുഖം പെട്ടെന്ന് വാടി. ഇതൊന്നും നേരത്തെ അവളോട് പറയാത്തതിൽ അവന് കുറ്റബോധം തോന്നി. പറഞ്ഞിരുന്നെങ്കിൽ കാത്തുവിന് മുന്നിൽ അവൾ മറുപടിയില്ലാതെ നിൽക്കുമായിരുന്നില്ല എന്ന ചിന്ത അവനിൽ വന്നു. നിന്നോട് എന്തിനാ ദേഷ്യം? അങ്ങനെ ദേഷ്യം തോന്നണമെങ്കിൽ ഇവനോടും തോന്നണ്ടേ? ഇവനും എല്ലാം അറിയായിരുന്നല്ലോ. ശ്രീദേവി അടുക്കളയിലേക്ക് നടക്കുന്നതിനോടൊപ്പം ഇരുവരോടും കാര്യമെന്ന പോൽ ചോദിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ നിങ്ങളായിട്ട് അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. അവൾ എന്തേലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അന്നക്കുട്ടി ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങോട്ടേക്ക് വന്ന ശിവനൊന്ന് ആത്മാഭിമാനം കൊണ്ടതും പാർത്തിയടക്കം മൂവരും പുച്ഛിച്ചു. പിന്നെ അയാളെ നോക്കി വെളുക്കെ അതെ അതെ എന്ന ഭാവത്തിൽ ചിരിച്ചു കാട്ടി. ഞാനൊന്നവളെ കണ്ടിട്ട് വരാം. കാണുന്നതൊക്കെ കൊള്ളാം. കൊച്ചിനെ ഇനിയും കരയിപ്പിക്കരുത്. ശിവൻ അലോഷ്യയെ നോക്കി വാണിംഗ് പോലെ പറഞ്ഞു. പല്ലുകടിച്ച് അയാളെ ഒന്ന് നോക്കിയെങ്കിലും പിന്നീട് തലകുടഞ്ഞു.
പോകുന്ന വഴി പത്മയെ കൂടി ഒന്ന് കൂർപ്പിച്ചു നോക്കി നടക്കാനാഞ്ഞതും പിന്നിൽ അടുക്കളവാതിൽക്കൽ നിന്ന് ശ്രീദേവിയുടെ അലർച്ച വന്നിരുന്നു. റൂമിലെങ്ങാനും വെള്ളമാക്കിയ മുട്ടുകാൽ തല്ലിയൊടിക്കും ഞാൻ, പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങളുടെ പൊണ്ടാട്ടിയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ചവിട്ടിക്കുലുക്കി പാർത്തിയുടെ റൂമിലേക്ക് നടക്കെ അവൻ ശിവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. അലോഷിയുടെ ചൊടികൾ ഉള്ളിലെ വേദനയ്ക്കിടയിലും വിടർന്നിരുന്നു. മനസ്സൊന്ന് ശാന്തമായതുപോലെ പാർത്തി അലോഷിയുടെ പോക്ക് നോക്കിയൊന്ന് നിശ്വസിച്ചു. ആ അമ്മച്ചി. മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് സേറയുടെ ടോയ് കാറിൽ ചവിട്ടി ജോഷുവ താഴേക്ക് നടുതല്ലി വീഴുമ്പോൾ ഉച്ചത്തിൽ അലറി. ഒരു നിമിഷം പാതാളം വരെ ചെന്ന് നരകം കണ്ട പ്രതീതിയായിരുന്നു ജോഷുവക്ക്. തലക്കു ചുറ്റും പലവർണ്ണത്തിലുള്ള നക്ഷത്രങ്ങൾ മിന്നിമാഞ്ഞു. കണ്ണിൽ ഇരുട്ടുകേറി ഒന്നനങ്ങാൻ പോലുമുള്ള ശേഷിയില്ലാതെ ജോഷുവ ശരിക്കും പുളഞ്ഞു. മാ. ചക്ക വെട്ടിയിട്ട ശബ്ദം കേട്ടിട്ടും അലറിയുള്ള വിളി കേട്ടിട്ടും ആരും അടുത്തേക്ക് വരാത്തതിൽ കുറച്ചു കഴിഞ്ഞതും ജോഷുവ എങ്ങനെയോ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കൈകുത്തി എഴുന്നേൽക്കാൻ നോക്കിയതും വീഴ്ചയിൽ അവളുടെ കയ്യിൽ നിന്ന് തറയിൽ തെറിച്ചു പോയ ഫേസ് പാക്കിൽ വഴുക്കി ജോഷുവ വീണ്ടും തറയിലേക്ക് ഇടിച്ചു വീണു. ചതഞ്ഞ നടു ഒന്നുകൂടി തറയിൽ തല്ലിയ സുഖം അനുഭവിച്ചിട്ടുണ്ടോ? സ്വർഗം കാണും. ആ. വേദനയിൽ ജോഷുവയുടെ കണ്ണുനീറി പുകഞ്ഞുപോയി. കുറേ നേരം എടുത്തിട്ടാണെങ്കിലും അവൾ എങ്ങനെയോ പതിയെ എഴുന്നേറ്റു. റൂമിലേക്ക് നടക്കെ അവളുടെ മുഖം ദേഷ്യവും സങ്കടവും കൊണ്ട് ചുവന്നിരുന്നു. നടു തല്ലിയതിനേക്കാളും അവളെ നീറ്റിയത് അലോഷിയുടെ മമ്മയുടെ പ്രവൃത്തിയാണ്. ജോഷുവ പല്ലുകടിച്ചവരെ മനസ്സിൽ നന്നായി പ്രാഗി. സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയാണ് അലോഷിയുടെ മമ്മ കിടക്കുന്നത്. ഈ നേരം അവർ ഉറങ്ങില്ലെന്നും ശബ്ദം വ്യക്തമായി കേട്ടിട്ടുണ്ടാവും എന്ന് ജോഷുവക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും മനഃപൂർവ്വം വരാത്തതാണ്. അന്നയും കാത്തുവും ഇവിടുന്ന് ഇറങ്ങിപ്പോയതിൽ പിന്നെ മുഖം വീർപ്പിച്ച് ദേഷ്യത്തിലായിരുന്നു തന്നെ നോക്കിയിരുന്നത്. ജേക്കബാണേൽ രാത്രിയെന്നൊന്നുമില്ലാതെ അലോഷി പോയതിൻ്റെ പിറകെ പോയതാണ്. അലക്സ് ഇന്ന് വീട്ടിലേക്ക് വന്നതേയില്ല. ഇവിടെ നടന്നതെല്ലാം ഒന്നൊഴിയാതെ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാം എന്ന് മാത്രം പറഞ്ഞു വെച്ചു. ജോഷുവ വേച്ചുകൊണ്ട് വല്ലവിധേന റൂമിലേക്ക് നടന്നെത്തി. പതിയെ ബെഡിലേക്കിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വേദന കൊണ്ട് പുകയുന്നുണ്ടായിരുന്നു. നിന്റെ അച്ചാച്ചൻ മരിച്ചതല്ല മേരി, കൊന്നതാ. തലയിൽ ശക്തമായി പ്രഹരമേൽപ്പിക്കാൻ കെൽപ്പുള്ളതായിരുന്നു ബെന്നിയുടെ വാക്കുകൾ. കാത്തു ആഞ്ഞു ശ്വാസം വലിച്ചു. കാലുകൾ കുഴഞ്ഞതുപോലെ ചെയറിലേക്ക് തളർന്നിരുന്നു. കൊന്നത് ആരാണെന്നും എന്തിനാണെന്നും എനിക്കറിയാം. പക്ഷേ അത് പറയണമെങ്കിൽ ഞാൻ പറയുന്നത് മേരി ചെയ്യേണ്ടി വരും. കാത്തു നിറഞ്ഞ കണ്ണുകൾ പതിയെ ഉയർത്തി നോക്കി. ആരാണെന്ന് എനിക്കറിയണം, എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കണം, അതായിരുന്നു അവളുടെ മനസ്സിൽ. കാത്തു ബെന്നിയെ സമ്മതമെന്നോണം നോക്കി. 2 ദിവസത്തിന് മുന്നെയാണ് അലോഷിയുടെ നാവിൽ നിന്ന് ഈ സത്യങ്ങൾ മറ്റൊരു വഴിയിലൂടെ ഞാൻ അറിയുന്നത്. അത് സത്യമാണോ എന്ന് തിരക്കാതെ മേരിയോട് വന്ന് പറയുന്നത് എങ്ങനെയാ? അതുകൊണ്ട് കാര്യമായി അന്വേഷിച്ചു. അലോഷി കൊടുത്തതിനേക്കാൾ ഇരട്ടി പണം കുറച്ചാളുകൾക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാ എല്ലാ തെളിവുകളും കിട്ടിയത്. ഞെട്ടലോടെ കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അലോഷി, അവൾക്കത് ചിന്തിക്കാനേ കഴിയുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിന്നോട് പറയുന്നതിന് മുന്നേ കുറച്ച് പണമെനിക്ക് വേണം. മറുത്തൊരു ചോദ്യം പോലും അസഹ്യമായിരുന്നു സന്ദർഭത്തിൽ. അവൻ ചോദിച്ചത് കൊടുക്കുകയല്ലാതെ മറ്റൊരു ചിന്തയും അവളിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ചോദിച്ച പണം അവൻ്റെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തു കാത്തു. അന്ന, അവളാണ് നിന്റെ അച്ചാച്ചനെ കൊന്നത്. നിന്റെ അച്ചാച്ചൻ മാത്രമായിരുന്നില്ല, അവൻ്റെ ഭാര്യയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞും മരിച്ചിരുന്നു. പറഞ്ഞുകൊണ്ട് ബെന്നി ഒരു മെഡിക്കൽ റിപ്പോർട്ട് അവൾക്ക് മുന്നിൽ നീട്ടി. 3 പേരുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. വിറച്ച് കയ്യിൽ നിന്ന് അത് താഴേക്ക് ഊർന്നു പോകുമ്പോഴും കാത്തുവിൻ്റെ ഉള്ളിൽ അന്ന എന്ന ചിന്ത മാത്രമായിരുന്നു. അലോഷിക്കറിയാം എല്ലാം. ഒരു തെളിവുകളും ബാക്കി വെക്കാതെ എല്ലാം നശിപ്പിച്ചതും അന്നയെ സംരക്ഷിക്കുന്നതും അവനാണ്. കാത്തു ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്തതുപോലെ ടേബിളിൽ നെറ്റിമുട്ടിച്ച് കുനിഞ്ഞിരുന്നു. ഇതിനിടയിൽ ബെന്നി അവളുടെ ഫോൺ എടുത്തതോ അവൻ്റെ തന്നെ ഫോണിലേക്ക് അലോഷിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്ത് മെസ്സേജ് അയച്ചതോ അവൾ അറിഞ്ഞില്ല. കാത്തു ഓർമ്മയിൽ ഒന്ന് ഞെട്ടി. അന്നയെ കാണണം, അവളോട് ചോദിക്കണം എന്നതിൽ കവിഞ്ഞ് ബെന്നി പറഞ്ഞ അലോഷിയുടെ പ്രവൃത്തികളൊന്നും അവൾ വിലക്കെടുത്തേയില്ല. അതായിരുന്നു തനിക്ക് പറ്റിയ തെറ്റ്. അവനോട് ചോദിക്കണമായിരുന്നു. അന്നയെ കുറ്റക്കാരിയാക്കുന്നതിന് മുന്നേ അലോഷിയോട് തിരക്കണമായിരുന്നു. അലക്സിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ബെന്നി എന്നറിയാമായിരുന്നിട്ടും താൻ വിശ്വസിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവൻ പറഞ്ഞത് അന്നയെപ്പറ്റി ആയതുകൊണ്ട്. തനിക്ക് അന്നയോടുള്ള അകാരണമായ ദേഷ്യം കൊണ്ട്. അതൊന്നുകൊണ്ട് മാത്രമാണ് താൻ അവനെ വിശ്വസിച്ചത്. കാത്തു ദേഷ്യത്തോടെ സ്വയം തലയിലടിച്ചു.
അലോഷി. അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന വെറുപ്പ് കാത്തു വേദനയോടെ കരഞ്ഞു. അലറി അലറി കരഞ്ഞു. പെട്ടെന്ന് തോളിൽ ഒരു കരസ്പർശമേറ്റതും അവൾ ഞെട്ടി തലതിരിച്ചു നോക്കി. മഴ ആർത്തു പെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും. ജനാലയിൽ പിടിമുറുക്കി ആർത്തു പെയ്യുന്ന മഴയെ നോക്കി നിൽക്കുമ്പോൾ അലോഷിയുടെ ഹൃദയം വേദനയാൽ പിടയുന്നുണ്ടായിരുന്നു. ഇനി മേലാൽ എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത്. അലോഷിയുടെ ജീവിതത്തിൽ ഇനി കാതറിൻ എന്നൊരു അധ്യായമില്ല. തൻ്റെ തന്നെ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നു. വേദന തിങ്ങിയ അവളുടെ നോട്ടം നെഞ്ചു നീറ്റുന്നു. അലോഷിയുടെ കൈ ജനാലയിൽ മുറുകി. ഒപ്പം കണ്ണുകൾ നിറഞ്ഞു. ഡാ. പാർത്തി തോളോട് ചേർന്ന് നിന്ന് മഴയിലേക്ക് നോക്കി. അലോഷി തലതിരിച്ച് വലത് ഷോൾഡറിൽ കണ്ണൊപ്പി. ആ കൊച്ചെഴുന്നേറ്റോ? എല്ലാവരും വന്നു. അമ്മ നിന്നെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ആ നീ പോ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. പാർത്തി അവൻ്റെ ചുമലിൽ ഒന്ന് തട്ടി. എടാ കാതറിൻ, അവളും അന്നേ പോലെയല്ലേ ഒറ്റയ്ക്ക് രാത്രി? പാർത്തിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തെറ്റ് തങ്ങളുടെ ഭാഗത്തുമുണ്ട്. അത് മറന്നുകൊണ്ട് അവളെ മാത്രം പഴിചാരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കാത്തുവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിന് അലോഷിയോട് എതിർപ്പുണ്ടായിരുന്നു അവന്. അവളുടെ അപ്പനെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ നേരം വന്നുകൊണ്ട് പോയിട്ടുണ്ടാവും. അത്രയും പറഞ്ഞ് അലോഷി വാഷ്റൂമിൽ കയറിപ്പോയി. പാർത്തിയും ഒന്ന് നിശ്വസിച്ച് ഹാളിലേക്ക് നടന്നു. അവിടെയുള്ള കാഴ്ച അവൻ്റെ ചുണ്ടുകളെ വിടർത്തുന്നതായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊപ്പം ടേബിളിൽ അമ്മയുടെ നേരിയത് ഉടുത്ത് ഭക്ഷണം കഴിക്കുന്ന അന്ന. നനവ് മാറാത്ത മുടി അഴിച്ചിട്ടിട്ടുണ്ട്. ചെറിയൊരു വിമ്മിഷ്ടത്തോടെ കുനിഞ്ഞിരുന്ന കഴിക്കുന്നവളുടെ മുഖം അവൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നി പാർത്തിക്ക്. മുന്നോട്ടുള്ള 1000 ദിനങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കണേ എന്ന പ്രാർത്ഥനയോടെ പാർത്തി നടന്നു ചെന്ന് അവളുടെ തൊട്ടടുത്ത ചെയറിലിരുന്നു. അടുത്ത ആരുടെയോ സാമീപ്യമറിഞ്ഞതും അന്ന പ്ലേറ്റിൽ നിന്ന് തല ഉയർത്തി നോക്കി. തൊട്ടടുത്ത് അവളോട് ചേർന്നുള്ള അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവളിലേക്ക് പടർന്നതും അന്നയിലൂടെ ഒരു വിറയൽ കടന്നുപോയി. കണ്ണുകൾ ഉയർത്തി നോക്കി. കുസൃതിയോടെയുള്ള മിഴികൾ അവളിലാണ്. പിടപ്പോടെ കണ്ണ് മാറ്റി. ശേഷം കടക്കണ്ണിട്ട് അച്ഛനെയും അമ്മയെയും നോക്കി. പരസ്പരം എന്തൊക്കെയോ പറഞ്ഞവർ അവരുടെ ലോകത്താണ്.